നമസ്കാരം. വിശ്വവിഖ്യാത എഴുത്തുകാരി നാഗ സൈരന്ദ്രി കുളക്കടയുടെ ഇൻബോക്സിൽ അടിഞ്ഞുകൂടുന്ന ഏകദേശ തെറിയുടെ അളവെടുത്താൽ ഇത്രത്തോളം ഉണ്ടാകും. അത് മതി നാഗ സൈരന്ദ്രി കുളക്കടയെ ഒരു വലിയ ചിന്താഗതിക്കാരിയാക്കാൻ. ഒരു വലിയ ചിന്താഗതിക്കാരി. ഒരാൾ വന്ന് തെറി വിളിച്ചപ്പോൾ ഞാൻ കരഞ്ഞു കൂവി വിളിച്ചില്ല. രണ്ടുപേരും അത് കരഞ്ഞു കൂവി വിളിച്ചപ്പോഴും തെറി വിളിച്ചപ്പോഴും ഞാൻ കരഞ്ഞു കൂവി വിളിച്ചില്ല. കൂട്ടത്തോട് വന്ന് തെറി വിളിച്ചപ്പോൾ മുഖത്ത് ചിരിയുടെ ഭാവഭേദങ്ങളില്ലാതെ ഞാനൊന്ന് മനുഷ്യ ശരീരത്തിലെ ഒരു കുഞ്ഞാട്ടി അവയവമായ അപൃഷ്ഠത്തെക്കുറിച്ചും അതിനെ ആവരണം ചെയ്യപ്പെട്ട രോമകൂപങ്ങളെക്കുറിച്ചും ഒന്ന് പറഞ്ഞപ്പോൾ, ചിരിയൊന്നും വരുത്താതെ ഒന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും നൊന്തല്ലേ? എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എന്നെ ചിരിപ്പിച്ച് കൊല്ലരുത്. ആവശ്യത്തോടു കൂടി ചിലർ എഴുതുന്ന തെറികൾ പവർഫുള്ളാണ്, പക്ഷെ എനിക്കത് വായിക്കുമ്പോൾ സിമ്പിളാണ്. ഞാൻ ചിരിച്ച് മരിച്ചു പോകും. ആ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കണേ. ഈ പൂയ്ക്ക് ഒരു അല്ല, 1 ചുനുപ്പല്ല, ഡബിൾ ചുനുപ്പ. അതുപോലെ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഡബിൾ ഓയ, PE അല്ല. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം. ഞാൻ ചിരിപ്പിക്കില്ല, ഞാൻ തെറി വായിച്ചാൽ ഞാൻ ചിരി ചത്തുപോകും. പിന്നെന്താ പറഞ്ഞ വട്ടുണ്ടെന്നല്ലേ? എനിക്ക് വട്ടുണ്ടെന്ന് പറഞ്ഞവര് എത്രയും വേഗം തന്നെ താമസമേ വെച്ചിട്ടിരിക്കരുത്. പെട്ടെന്ന് പോയി മെന്റൽ ഹോസ്പിറ്റലിൽ പോകണം. അവിടെ പോകാൻ മാത്രം അല്ല, പോയി ചെന്നങ്ങ് കിടക്കണം. ബെഡിൽ ചെപ്പി ചെന്നങ്ങ് കിടന്നോണം. കേട്ടല്ലോ? പറ്റുമെങ്കിലേ തന്നെ കറണ്ട് പഠിപ്പിച്ചു. എനിക്ക് വട്ടുണ്ടെന്ന് പറഞ്ഞവരോട് അല്ല, അവരോടാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താ പറയാ, പിന്നെ ഏതാണ്ടൊക്കെ പറയാൻ വന്നിട്ടുണ്ട്, എല്ലാം മറന്നുപോയി. മെസ്സേജ് ഒക്കെ എടുത്ത് വെച്ച് നോക്കണം. ഓരോ മെസ്സേജ് ഒരു ദിവസം നിന്ന് 10-400 മെസ്സേജ്. എനിക്ക് മാത്രമല്ല, പലർക്കും അങ്ങനെയൊക്കെ ചെല്ലാറുണ്ട്. അപ്പോൾ 10-400 മെസ്സേജ് ആയിരിക്കും വന്ന് കിടക്കുന്നത്. അതിനകത്തിൽ ഇത്രയുള്ള കോമഡി മെസ്സേജൊക്കെ തപ്പിയെടുത്ത് വായിച്ച് വരണമെങ്കിലേ താമസമുണ്ട്. ഞാൻ ഇനിയും നോക്കിയെടുത്ത് വായിക്കാം, എടുത്ത് വെച്ചേക്കാം. പിന്നെ എന്തൊക്കെ പറയണമെന്നുണ്ട്. അതുകൊണ്ട് എന്നെ ചിരിപ്പിച്ച് കൊല്ലരുത്. തെറി വിളിച്ച് ഞാൻ മരിച്ചു പോകും. പിന്നെ നാണമില്ലാത്ത നായയുടെ ആയ വിളിച്ചാൽ അതൊരു തണലാണെന്ന്. ഓക്കെ, എനിക്കത് തണൽ മാത്രമല്ല, ശ്വസിക്കാനുള്ള ശുദ്ധവായു തരുന്ന ഒരു മരം കൂടിയാണത്. എനിക്ക് കുഴപ്പമില്ലാതാ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അതെ, ആ മരമേ, ആൽമരം അവിടെ തന്നെ ഇരിക്കട്ടെ. അതൊരു അലങ്കാരം തന്നെ, തണൽ മാത്രമല്ല, ശ്വസിക്കുകയും ചെയ്തോളാം. നല്ല ഭംഗിയില്ലേ ഇങ്ങനെ? ആല് നല്ല ഭംഗിയുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ഞാൻ മറന്നു, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രേമിച്ചിട്ടുണ്ടോന്ന് വെച്ച്, പ്രേമിച്ചിട്ടുണ്ടോ ഇങ്ങനെ അപ്രിയ സത്യങ്ങളൊന്നും ഇതിലേക്കൊന്നും പറയാൻ പറ്റരുത്. പക്ഷെ ഇങ്ങനൊരു കാര്യം പറയാം, ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. എനിക്കൊരു ഫസ്റ്റിലൊരു കാമുകൻ ഉണ്ടായിരുന്നു. ആ കാമുകൻ ഒരു ഓന്തായിരുന്നു. സംശയിക്കണ്ട, യഥാർത്ഥ ഓന്ത് തന്നെ. ഭയങ്കര പ്രേമമായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. പിന്നീടുള്ള പ്രണയങ്ങളെ കുറിച്ചൊന്നും പറയണ്ട, കേട്ടാൽ നിങ്ങൾ വിജൃംഭിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ എന്നാലും ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ സ്പെല്ലിങ്ങുകൾ നേരെ വണ്ണം എഴുതി വേണം അയക്കേണ്ടത്. പക്ഷെ എന്ത് പറഞ്ഞാലും തെറി വിളിക്കുന്നവരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. വിളിച്ചോളൂ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. പാ വിളിച്ചാലും മാ വിളിച്ചാലും പൂ വിളിച്ചാലും, പക്ഷേ സ്പെല്ലിംഗ് ഒക്കെ നേരെ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പവറായിട്ട് എഴുതും, ഞാൻ പക്ഷേ സിമ്പിളായിട്ട് അത് വായിച്ച് ചിരിച്ചു പോവും, മരിച്ചു പോവും. എന്തെഴുതിയാലും എന്ത് പറഞ്ഞാലും എനിക്കത് ഈ ഭാവമാണ്. പിന്നെ ഈ ഭാവം ഒരു പുച്ഛഭാവം, ഒരു പുഞ്ചിരി ഭാവം, അതിലപ്പുറം ഒന്നുമില്ല. പിന്നെന്താ, ഇനി അടുത്ത വീഡിയോയിൽ പോയി എല്ലാം ഓർത്ത് വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം എനിക്ക് മെൻ്റലാണെന്ന് പറയുന്നവർ എത്രയും പെട്ടെന്ന് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആകണം എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ പ്രേമമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരോട് ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ ഈ കമ്മലും ഈ ഹൈലൈറ്റ് കമ്മലൊക്കെ അഴിച്ച് വെച്ചിട്ട് മുഖത്ത് നല്ല ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് ഒന്ന് സോപ്പൊക്കെ ഇട്ടത് കഴുകി വൃത്തിയാക്കി എടുത്താൽ ഒരു കുന്തവും ഇല്ല. ഇതെല്ലാം
എന്താ ഇതെല്ലാം ഐലൈനറൊക്കെ ഇട്ട് ഇങ്ങനെ കൺമേഷിയൊക്കെ വെച്ച് ഇങ്ങനെ തേച്ച് പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുക. ഇതൊക്കെ എടുത്ത് കളക്കലൊന്നുമില്ല. എല്ലാം എല്ലാം പാച്ച് വർക്കല്ല, എല്ലാം ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക. അപ്പം പറയത്തക്കതായിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇനി പറയാതിരിക്കും നിന്നെ ആരെയും പ്രേമിക്കാൻ വരുന്നതെന്നൊക്കെ. അതെ, പ്രേമമാണ്, പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ് വരുന്നവരോടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ആരോടുമല്ല കേട്ടല്ലോ. അപ്പോൾ തെറിയൊക്കെ വിളിക്കുന്നത് ഒന്നും കൂടെ നല്ല ഇതായിട്ട് വേണം തെറിയൊക്കെ വിളിക്കാൻ എഴുതേണ്ടത്. പിന്നെന്താ പറയേണ്ടത്, എൻ്റെ പൊന്നു മനുഷ്യരെ, ഈ അതിനെക്കുറിച്ച് ഞാൻ പറയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചില ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തെറിയൊന്നുമല്ല. അത് പണ്ടുള്ള ആൾക്കാർ പണ്ട് കാലങ്ങളിൽ അത് ആ അവയവങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ അതൊരു കിട്ടാക്കനി ആയതുകൊണ്ടാകണം. അത് വിസർജ്യ അവയവമാണ്. പക്ഷെ അത് മറ്റു ചില കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിന് കിട്ടാക്കനി ആയതുകൊണ്ടായിരിക്കണം അതിനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിരിക്കണം. എനിക്ക് പക്ഷെ അത് കിട്ടാക്കനിയൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട്? എനിക്ക് ആരോട് ദേഷ്യം തോന്നുന്നില്ല കേട്ടോ. തെറി വിളിച്ചാലും എനിക്ക് ദേഷ്യം തോന്നുന്നില്ല, തെറിയൊക്കെ വിളിച്ചാലും കുഴപ്പമില്ല കേട്ടല്ലോ. അടുത്ത വർഷമേ നമുക്ക് കാണണം കേട്ടോ. ഞാൻ വരുന്നുണ്ട് ഇതുപോലെ വീഡിയോ ഇട്ട് കുറിപ്പിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം. ഉമ്മ.